ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സ്റ്റിക്കർ ഷോപ്പിലേക്ക് വന്നപ്പോഴേ കടയുടെ മുൻവശത്ത് നല്ല ഭംഗിയുള്ളൊരു വില്ലീസ് കിടക്കുന്നു. അതിൻ്റെ കളറെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ഞാനിതിനെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു സാധാരണ വണ്ടിയല്ലെന്ന് എനിക്ക് മനസ്സിലായത്. 1954 മോഡൽ ഐറ്റമാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത്. ഇത് ഒരു കേരള വണ്ടിയല്ല, പൂനെയിൽ നിന്ന് കൊണ്ടുവന്നൊരു വാഹനമാണ്. പൂനെയിൽ ഈ വാഹനം ഒരു മിലിറ്ററി ഗ്രീൻ കളറായിരുന്നെങ്കിലും കേരളത്തിൽ ആ കളർ ഉപയോഗിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കളർ മാറ്റി ഇറക്കിയതാണ്. ഇതിൻ്റെ ഗ്ലാസും വൈപ്പറും എല്ലാം കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ. ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും കാണാൻ നല്ലൊരു ക്യൂട്ടാണ്. ഇത് ഫുൾ ഓപ്പൺ ടൈപ്പ് ജീപ്പായിട്ടും ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ ഗ്ലാസ് ഏരിയ ആണെങ്കിലും ഉയർത്തി വയ്ക്കാൻ കഴിയും. ഈ ഡാഷ്ബോർഡിനോട് ചേർന്ന് ഒരു കവറിങ് കണ്ടോ, തോക്ക് വെക്കാൻ ഉണ്ടാക്കിയിരുന്നൊരു കവറിങ് ആയിരുന്നു അത്. 71 വർഷം പഴക്കമുള്ള ഈ വാഹനത്തിൽ ഇരിക്കുന്നത് പെട്രോൾ എഞ്ചിനാണ്. 3 ഗിയറുകളാണ് ഇതിലുള്ളത്. കൂടാതെ 4 വീൽ ഡ്രൈവും ഉണ്ട്. 71 വയസ്സ് തികഞ്ഞ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ സ്ക്രാപ്പ് പോളിസി നയം വന്നാലും പുള്ളിക്കാരനെ ബാധിക്കാനിടയില്ല. നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന സ്ക്രാപ്പ് പോളിസി നയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്കെന്തായാലും യോജിപ്പില്ല. ഇതെല്ലാം എക്കാലത്തും സംരക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം.